മുകേഷ് CPMന്റെ ഇപ്പോൾ MLA ആണ്. മുകേഷിനെതിരെ 2 സ്ത്രീകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്ത്രീ ടെസ് ജോസഫ് 19 വർഷം മുമ്പ് കോടീശ്വരൻ പരിപാടിയുടെ ആ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് തന്നെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമെന്നും, അതായത് ഹോട്ടൽ റൂമിലെ ഗിരിരാജൻ കോഴി ഇയാളാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിളിച്ച് ശല്യപ്പെടുത്തുമെന്നും, എന്നിട്ട് തൻ്റെ മുറിയോട് ചേർന്ന് ഇവർക്ക് മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇവരുടെ അനുവാദമില്ലാതെ എന്നും അവർ പറഞ്ഞു. അതിനുശേഷം ഇവരത് പോയി കോടീശ്വരൻ്റെ ഡയറക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ ഇവർക്ക് ഫ്ലൈറ്റ് വണ്ടിക്കൂലി കൊടുത്ത് ഇവരെ കയറ്റി വിട്ടു. കാരണം അപകടം മനസ്സിലായി, കയറ്റി വിട്ടു എന്ന് അവർ പറഞ്ഞു. 2019 ഇവർ ആരോപണം ഉന്നയിച്ചു, ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും താൻ അനുഭവിച്ച ആ ദുരനുഭവം പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ്. മുകേഷിനെതിരെയുള്ള ആദ്യത്തെ ആരോപണം. രണ്ടാമത് അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത് ഉന്നയിച്ചിരിക്കുന്നത് മുനീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റ് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണം. ഈ മുകേഷ് എന്ന് പറയുന്നവൻ പവർ ഗ്രൂപ്പിൻ്റെ തലവനാണെന്ന രീതിയിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. താൻ അറിയാതെ മലയാള സിനിമയിൽ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് പറയുന്നു. പോരാത്തതിന് അമ്മയ്ക്കകത്തേക്ക് ഇയാൾ പ്രവേശനം നേടണമെങ്കിൽ ഇയാൾക്ക് കിടന്നു കൊടുക്കണം എന്നാണ് മുകേഷ് പറഞ്ഞു എന്ന് പറഞ്ഞ് മുനീർ പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അവർ മുകേഷിനെതിരെ മാത്രമല്ല വേറെ പല ആൾക്കാർക്കെതിരെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇയാൾ CPMന്റെ ഒരു MLA കൂടെയാണ്. ഇയാൾ ആ ആരോപണ വിധേയനായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ള സാഹചര്യത്തിൽ സ്ത്രീ വിഷയത്തിൽ മുകേഷിൻ്റെ പല കഥകളുണ്ട്. അത് മുകേഷിൻ്റെ ഭാര്യ സരിത പറഞ്ഞു തുടങ്ങുമ്പോഴാണ് കേരളക്കര അത് കേൾക്കുന്നത്. സരിത ഗർഭിണിയായിരിക്കുമ്പോൾ സരിതയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടിയ വ്യക്തിയാണ് മുകേഷ് എന്ന് സരിത പറയുന്നുണ്ട്. ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായിട്ട് സരിതയുമായിട്ട് ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നപ്പോൾ മറ്റു സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് സരിത പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുടുംബ പ്രശ്നം നമ്മുടെ വിഷയമല്ല. അത് ഞാനിവിടെ കോട്ട് ചെയ്യാനുണ്ടായ കാരണം ഈ 2 വെളിപ്പെടുത്തലാണ്. അപ്പോൾ സരിത പറഞ്ഞ ആ കാര്യങ്ങൾ വളരെ സത്യമാണ്. മുകേഷ് ഒരു ആഭാസനാണെന്ന രീതിയിലാണ് സരിത ആ സമയത്ത് പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. ഇയാൾ MLA സ്ഥാനം രാജിവെക്കുമോ? അതേ ഇയാളെ CPM സംരക്ഷിക്കുമോ? CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഇയാളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. പക്ഷേ ഇവിടെ ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഇയാൾക്ക് ധാർമ്മികതയില്ല. ധാർമ്മികതയുള്ള ഒരുത്തനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രാജിവെച്ച് മാറി നിൽക്കണം. കാരണം പ്രത്യേകിച്ചും ബാക്കി എല്ലാ ടീമുകളും സിനിമാ നടന്മാരെന്നുള്ള ലെവലിലാണ് കേട്ടോണ്ടിരിക്കുന്നത്. അദ്ദേഹം ജനപ്രതിനിധിയാണ്, കൊല്ലത്തെ MLA ആണ്. ഇദ്ദേഹത്തെ ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ സരിതയുടെ ആരോപണമൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജയിച്ച ദിവസം പുതിയ MLA-മാർ എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാനന്ന് വർക്ക് ചെയ്ത ചാനൽ. പുതിയ MLA-മാർ എന്ന പരിപാടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പട്ടത്താനത്തെ വസതിയിൽ ഞാൻ നമ്മുടെ യൂണിറ്റുമായിട്ട് ചേർന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് ആദ്യത്തെ ദിവസം അവിടെ സഹായം ചോദിക്കാൻ ഇദ്ദേഹം വലിയ പ്രഖ്യാപനമായിരുന്നു. MLA, നിങ്ങൾക്ക് ഏത് സമയവും എന്നെ വിളിക്കാം, ഞാൻ എന്ത് സഹായവും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അവിടെ ഒരു വാർദ്ധക്യ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് അയാളെ ആട്ടിയിറക്കി. മറ്റുള്ളവരെ തെറി വിളിക്കാൻ യാതൊരുവിധ മടിയും പച്ചത്തെറി തെറി പറയുക. എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ അതെ മായും കായും പോയൊക്കെ ചേർത്താണ് വിളിക്കുന്നത്. കൊച്ചു പിള്ളേരെ അവരെ തെറി വിളിക്കും. അതെ പച്ച അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അത് വൃത്തനായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, സാറ് ജയിച്ചാൽ പിറ്റേ ദിവസം തന്നെ ഈ കാര്യം ശരിയാക്കി തരാം, എന്നെ കാണാൻ വന്നാൽ മതിയെന്ന് സാറാ പറഞ്ഞത്. സാറ് തിരിച്ച് പൂരത്തെറി. ഞാനിത് കണ്ട് ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാനിത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി പറയുന്നുണ്ട്, ഡേ ക്യാമറ ഓൺ ചെയ്തു കേട്ടോ, ക്യാമറ ഓൺ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാമറ ഓനെ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. ഇത് തന്നെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഞാനിത് കണ്ടു അല്ല ഡേ ക്യാമറ അല്ല, എനിക്കത് പ്രോഗ്രാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് അവിടുന്ന് ഡെസ്കിൽ നിന്ന് പ്രോഗ്രാം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക, ഇദ്ദേഹത്തിന്റെ ഇത് എടുക്കണമെന്നുള്ളത്. ഞാനിങ്ങനെ ക്യാമറമാനെ ഞാൻ നോക്കിപ്പോ ഈ ക്യാമറമാൻ എന്താ അറിയാമോ, ക്യാമറ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിനെ പേടി പുതിയൊരു കമത്തി വെച്ചു. പുതിയൊരു പയ്യനാണ് നമ്മുടെ ക്യാമറമാൻ, അവൻ കയറിയതേ ഉള്ളൂ. അവൻ ക്യാമറ ഇങ്ങനെ കമത്തി വെക്കുന്നത്. അവനോട് ക്യാമറ ബുക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ അവൻ നിന്ന് വിറയ്ക്കുമെന്ന് എനിക്ക് തോന്നി. കാര്യം ഇദ്ദേഹം അത്ര ഷൂട്ട് ചെയ്യുക. ആ മനുഷ്യൻ കണ്ണ് നിറഞ്ഞാണ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അന്നേരം ഞാൻ ആലോചിച്ചു, ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യനാണല്ലേ എന്ന് കരുതി. ഇയാളെ കുറിച്ചുള്ള പല ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് വോട്ടിങ്ങിന്റെ തലേ ദിവസം വരെ അയാൾ പറയുന്ന സത്യമാണെന്ന് എനിക്ക് തോന്നി. ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നത് സത്യമാണ്
എന്ന് തോന്നി. ഇനി ഈ പറയുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് മേതിൽ ദേവിക വന്നിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇയാൾ അന്നേ രാജിവെച്ച് പോയനെ. അവരവരുടെ മാന്യത കൊണ്ട് മാത്രം അവർ പറഞ്ഞില്ല, അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ മാന്യമായിട്ട് ആ സ്ത്രീ, അവർ ഒരു കലാകാരി ആയതുകൊണ്ടും അവർ ആ മാന്യത കീപ്പ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇയാൾ ഇവിടുന്ന് ഈ പഞ്ചായത്ത് കയറ്റാൻകുളത്തിലെ മനുഷ്യനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അറിയാവുന്നവർ, ഇദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ, ഇദ്ദേഹത്തെ അറിയാവുന്ന പാർട്ടി പ്രവർത്തകന്മാര് ഫോട്ടോ എടുക്കത്തില്ല ഇദ്ദേഹത്തിന്റെ. പാർട്ടിക്ക് അകത്ത് കളി തെറിയാണോ പ്രവർത്തകന്മാർക്ക് കോൾ വരുന്നു എന്നൊക്കെയാണ് വരുന്നത്. എസ് എഫ് ഐയുടെ പെമ്പിള്ളേരൊക്കെ ഒന്നും നമ്പർ കൊടുക്കാൻ പറ്റൂല അദ്ദേഹത്തിന്റെ. ഇങ്ങനെയാണ് പറയുന്നത്. MLA വാഹനം, വേറൊരു കഥ പുറത്തു വന്നിരിക്കുന്ന MLA ബോർഡ് വെച്ചുള്ള വാഹനത്തിലെ പരിപാടികൾ. MLA ബോർഡ് വെച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കത്തില്ലല്ലോ, അതിനകത്ത് കാണിക്കുന്ന പരിപാടികൾ. ഇത് ഹോട്ടൽ പല തരത്തിലുള്ള കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ട്. MLA ബോർഡ് വെച്ച് ഇദ്ദേഹത്തിന്റെ വണ്ടി ഇവിടുന്ന് ഷൂട്ടിംഗ് സൈറ്റിൽ പോകുന്നത് MLA ബോർഡ് വെച്ചിട്ടാണ്. അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. MLA ബോർഡ് വെച്ച് ഷൂട്ടിംഗ് സൈറ്റിൽ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഷൂട്ടിംഗ് സൈറ്റിലോട്ട് പോകുന്ന വണ്ടിക്കകത്ത് അങ്ങോട്ട് പോകുന്ന വണ്ടിയിലും ആളുണ്ട്, തിരിച്ച് ഷൂട്ടിംഗ് സൈറ്റിൽ അങ്ങോട്ട് പോകുന്ന ആൾ അവിടെ ഇറക്കും. പിന്നെ അവിടുന്ന് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് ആരെങ്കിലും ഒരാളെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റും. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത്, ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ളൊരു സുഹൃത്ത് ഇദ്ദേഹത്തെ ആദ്യം കാണുന്നത് ജനശതാബ്ദി വെച്ചിട്ടാണ്. ജനശതാബ്ദി ട്രെയിനിൽ കയറി ഇരുന്ന് മുന്നേ പോയിക്കൊണ്ടിരിക്കവേ ഇദ്ദേഹം എറണാകുളത്തേക്കുള്ള യാത്ര, ഇദ്ദേഹത്തിന് തൊട്ടപ്പുറത്തിരിക്കുന്ന യുവതി പിന്നെ തൃശ്ശൂരേക്കുള്ള യാത്രക്കാരി. ഈ തൃശ്ശൂരേക്കുള്ള യാത്രക്കാരിയെ സംസാരിച്ച് ഇദ്ദേഹം എറണാകുളത്ത് ഇറക്കിച്ചു. ഇദ്ദേഹം എന്നോട് പറഞ്ഞാണ് മറ്റേ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു ആകാംക്ഷയും ഇതൊക്കെ ഉള്ളു. അദ്ദേഹം പിന്നെ കണ്ണൂരുള്ള ജേർണലിസ്റ്റാണ്, ഇപ്പോൾ കണ്ണൂരേക്ക് പോകാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആകാംക്ഷ ഇദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന്. ഇദ്ദേഹം ഒരു സെക്കൻഡ് പോലും മുഖത്ത് നോക്കുന്നില്ലെന്ന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഇദ്ദേഹത്തിന്. ഫുള്ളും മറ്റേ ആ പെൺകുട്ടിയോടാണ് ചർച്ച ചെയ്യുന്നത്, വ്യാപക ചർച്ച. സിനിമയിലെ കഥകൾ, ഇദ്ദേഹത്തിന്റെ മുകേഷ് കഥകളുണ്ടല്ലോ, ഉടായ്പ കഥകൾ, ഈ കഥകളൊക്കെ പറയുന്നു, പെൺകുട്ടിയെ ചിരിപ്പിക്കുന്നു. അവസാനം കുട്ടി അവിടെ ഇറങ്ങാന്ന് പറഞ്ഞ കുട്ടിയോട് പറയുന്നത്, ഇവിടെ ഇറങ്ങാൻ ഞാൻ അങ്ങോട്ടാ വണ്ടി, പിന്നെ നമുക്ക് ബൈ റോഡ് പോയി പോകാമെന്ന് പറഞ്ഞു. അവസാനം പിടിച്ചിറങ്ങി കൊണ്ടുപോയി. ഇങ്ങനെയുള്ള കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതിനാണെന്ന് നമുക്കറിയില്ല, കാണാത്താരി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് അദ്ദേഹം പറഞ്ഞു ഇത് ഇങ്ങനെയുള്ള കഥകളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാർച്ച് നടന്നുകൊണ്ടിരിക്കുക, കൊല്ലത്ത് വലിയ മാർച്ച് നടന്നുകൊണ്ടിരിക്കുക. പാർട്ടി സംരക്ഷിക്കരുത് ഇദ്ദേഹത്തെ. കലാകാരൻ എന്നൊക്കെ പറയുന്നത്, കലാകാരനാണെങ്കിൽ പോലും ഈ കലാകാരൻ കാട്ടിക്കൂട്ടുന്ന അദ്ദേഹത്തിന് കഴിവുണ്ട്, അത് വെച്ചിട്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ളതല്ല ആ കഴിവ്. താൻ കഴിവുള്ളൊരു കലാകാരനാണെങ്കിൽ താൻ ആ കഴിവിൽ, കലയിലാണ് ആ കഴിവ് കാണിക്കേണ്ടത്. ആ കഴിവെടുത്ത് നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ പാടുണ്ടോ? എന്തെല്ലാം കഥകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് പറഞ്ഞ എന്താണെന്ന് അറിയോ? മെഴുകുതിരി. അതെ അയ്യോ, അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് അതങ്ങ് അടച്ചേക്കാൻ ആർക്കും കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്താ മെഴുകുതിരി വാക്സ് ഉരുക്കി ഒഴിച്ച് അതങ്ങ് അമേരിക്ക കയറാമെന്ന ഒരു പെണ്ണിനോട് പറഞ്ഞതാ. അമേരിക്ക കയറാമെന്ന പെൺകുട്ടിയോട് ഇയാള് ലൈംഗിക താല്പര്യത്തോടു കൂടി സമീപിക്കുകയും അത് കൊടുക്കാതെ അല്ലപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞൊരു ഭാഷയാണ് അമ്പടി കള്ളി. അങ്ങനെ പറഞ്ഞേ, അമ്പടി കള്ളി, ഞാൻ അറിയാം നിനക്കങ്ങ് കയറാന്ന്. AMM എന്നേ പറയാവൂ കേട്ടോ. ഞാൻ കഴിഞ്ഞാൽ മാമാന്ന് പറയുന്നത് മാമാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ മാമയിൽ കയറാൻ വന്നപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, ഇങ്ങനെ പറയുന്നത്. ഇതാണെന്നേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്ത്രീയെ നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വാചകം പറയുകയാണെങ്കിൽ അതിലും വലിയൊരു അപമാനം ആ സ്ത്രീക്ക് കിട്ടാനില്ല. റേപ്പ് ചെയ്യപ്പെടുന്നതിന് തുല്യമായിട്ട് ഒരു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അതെ അതെ ആ സാധനം നീ അങ്ങ് മറ്റേ മെഴുകുതിരിയുടെ മെഴുകുരുക്കി ഒഴിച്ചടച്ചേക്ക്. ഗുണ്ടയാണെന്നേ, ഗുണ്ടയാണ് അയാൾ ഒരു ക്രിമിനലാണ്. ബേസിക്കലി അയാൾ ഒരു ക്രിമിനലാണ്. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ചവിട്ടിയെന്നാണ്. ഗർഭിണിയായിരിക്കെ ഭാര്യയുടെ വയറ്റിൽ ചവിട്ടിയെന്നാണ്. മത്സരിച്ചാണ് വീടുകളിൽ സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മത്സരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല ആരോപണം. ഗർഭിണിയായ എന്നെ വയറ്റിൽ ചവിട്ടി, പോരാത്തതിന് മുകേഷ് അർദ്ധരാത്രി മദ്യപിച്ച് വീട്ടിൽ കയറി വരും. എന്നിട്ട് വൈകിയതിനെ പറ്റി ചോദിച്ചാൽ മുടിയിൽ പിടിച്ചു വലിച്ച് അടുക്കളയിൽ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യുമായിരുന്നു എന്നാണ് സരിത പറഞ്ഞത്. സരിതയെ വെളിപ്പെടുത്താൻ സരിത സ്വന്തം വാഗൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. പോരാത്തതിന് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരിയുടെ മുന്നിൽ വെച്ച് പോലും ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവം സഹിക്കാൻ വയ്യാതായതോടെയാണ് ഇയാളുടെ ബന്ധം അവസാനിപ്പിച്ച് സരിത വീട്ടിലോട്ട് പോകാൻ തയ്യാറായത് എന്നാണ് അവരൊരു മീഡിയയോട് പറഞ്ഞത്. പിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ വയറ്റിൽ ഇരുന്ന് ചവിട്ടി, വേദന കൊണ്ട് കരയുമ്പോൾ നീ മികച്ച നടിയാണല്ലോ, അതുകൊണ്ട് നീ കരയുമെന്ന് സ്വന്തം ഭാര്യയോട്, സ്വന്തം കൊച്ചാണ് വയറ്റിൽ കിടക്കുന്നത്, സ്വന്തം ഭാര്യയോട് പറയുന്ന ഒരാളാണ് ഈ മുകേഷ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ക്രൂരമായിട്ടുള്ള. എന്നിട്ട് 9ാം മാസത്തിൽ വയറും വെച്ച് കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം അദ്ദേഹം വാഹനം മുന്നോട്ട് എടുത്തു. ആലോചിക്കേ, ഇയാളെ എന്തിനാ അവര് ജയിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനാണ് ജയിപ്പിച്ചതെന്ന്
കൊല്ലക്കാർക്ക് അല്ല, ഇയാളോട് ചെയ്ത ഈ മത്സ്യ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ ചെയ്ത ഒരു സമീപനമുണ്ട്, മീൻ വെള്ളം കോരി മുഖത്തോട്ട് വീശു. അത് നല്ലൊരു സമീപനമായിരുന്നു. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് മത്സ്യത്തൊഴിലാളികൾ ചോദിച്ചപ്പോൾ ഇയാൾ തിരിച്ച് പുച്ഛഭാവത്തിൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. മത്സ്യത്തൊഴിലാളികളല്ലേ, മുഖ്യമന്ത്രിയെ വരെ കണ്ടം വഴി ഓടിച്ചവനാണ്. അത് കൊല്ലത്താണോ? അതെ, കൊല്ലത്ത് കടപ്പുറത്തിൽ പിന്നെ ഒരു ദിവസം ഈ ഓക്കി വന്നതിന്റെ അന്ന് പിടിച്ചവിടെ ഇട്ടു ഈ മുകേഷിനെ. ഓക്കി വന്നതിന്റെ അന്ന് രാത്രിയിൽ അതുവരെ അനങ്ങാൻ പോയില്ല, എങ്ങും എവിടെയില്ല. അത് ആരോ പറഞ്ഞ് ഭയങ്കരമായ പരാതി വന്നപ്പോൾ ചെന്ന് പിന്നെ കടപ്പുറത്തോട്ട് ചെന്ന് കൊടുത്തു. എനിക്കൊന്ന് ജോനോപ്പുറത്താന്ന് തോന്നുന്നു, ജോനോപ്പുറത്തോ വാടിയിൽ ഈ രണ്ട് കടപ്പുറങ്ങളിൽ ഏത് പറഞ്ഞാണ് അവരവിടെ പിടിച്ചങ്ങ് ഇരുത്തി, നീ പോട്ടെന്ന് പറഞ്ഞു. അവിടെ പിടിച്ചിരുത്തി മത്സ്യത്തൊഴിലാളികൾ വട്ടം കൂടി അവസാനം കൊല്ലത്തുനിന്ന് ACPയും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ വന്നിട്ടാണ് പുള്ളി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത്. അല്ല, ഇയാളുടെ സംസാരത്തിൽ തന്നെ ഒരു വലിയ ധാർഷ്ട്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു സംസാരം, അതായത് ഒരു കൊച്ചുകുട്ടി ഇയാളെ വിളിച്ചപ്പോൾ വിളച്ചിലെടുക്കരുത്, നല്ല ചൂരൽ വെട്ടി നിന്റെ ചന്തി നോക്കി അടിയേരുമെന്ന് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. മാധ്യമങ്ങൾ വലിയ വാർത്ത, ഈ കുട്ടിയെ കിട്ടണം, കുട്ടി ആരാണെന്ന് അറിയണം. കുട്ടി ആരാണെന്ന് അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി കുടുംബം കുട്ടി പോലെ തന്നെ കുട്ടി വിളിച്ച കേസ് ജെന്യൂൻ ആയിട്ടുള്ള കേസായിരുന്നു. കുട്ടി പറയുന്നത് കുട്ടിയുടെ സഹവിദ്യാർത്ഥിക്ക് പഠിക്കാനായിട്ട് മൊബൈലില്ല, അപ്പൊ മൊബൈൽ സാർ ഒന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കാനുള്ള ജെന്യൂൻ ആവശ്യത്തിനാണ് വിളിച്ചത്. അതിന് തെറി വിളിച്ചിട്ട് ഈ സംഭവം ഇങ്ങനെ വൈറലായി എന്ന് മനസ്സിലായപ്പോൾ ഇയാൾ പ്രതിരോധത്തിലായി. അപ്പൊ എന്ത് ചെയ്തു? പാർട്ടി കുടുംബമാണല്ലോ, കുട്ടിയും പാർട്ടി കുടുംബം, ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ച് അത് മാധ്യമങ്ങൾ ഇവിടെ നിൽക്കുന്നു. മുകേഷും സംഘവും അടുക്കള വഴി കയറി കുട്ടിയുമായിട്ട് പുറത്തു വരുന്നു. മുകേഷ് കുട്ടിയുടെ തോളിൽ കൈയിട്ട് പുറത്തു വരുന്നു. പുറത്ത് വന്നിട്ട് കുട്ടി പറയുകയാണ്, എനിക്കൊരു പരാതിയില്ല, സാറിനോട് ഞാൻ ചോദിച്ചാണ്, സാറ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത്ര ഗംഭീരമായിട്ട് ആലോചിച്ചത്. സരിതയുടെ ആരോപണത്തിൽ ഒന്ന് ഇതാണ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് വളച്ചൊടിച്ച് നമുക്ക് നേരെ തിരിച്ചു വിടാൻ മുകേഷ് വിദഗ്ധനാണ് എന്നാണ് സരിത പറയുന്നത്. അതെ, അദ്ദേഹത്തിന്റെ മറ്റൊരു കേൾക്കുന്ന കഥയാണ് മദ്യം എടുത്ത് സ്ത്രീകളുടെ രഹസ്യഭാഗത്ത് ഒഴിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ, കഥകൾ കയറി, വ്യാപകമായ കഥകൾ കയറി. അല്ല, ഓരോ നടിമാർ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടല്ലോ, മറ്റേ അത് ഉരുക്കി അങ്ങ് ഒഴിച്ച് അടച്ചേരെ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഹീനമായിട്ടുള്ള സംസാരമാണ് അതെന്നാണ്. അദ്ദേഹം സ്ത്രീകളെയും സ്ത്രീകളുടെ ശരീരഭാഗങ്ങളെയും ഒക്കെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ എങ്ങനെ ഒരു CPM ഇനി കൊണ്ടുപോകരുത്. അല്ലേ, ഞാൻ CPM എന്ന് പറയുന്ന പാർട്ടി ഇവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. അവിടെ പെണ്ണുപിടിയന്മാർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ്. PK ശശിയെയും അവരെവരെയൊക്കെ സംരക്ഷിച്ചിരുന്നത് CPM ആണല്ലോ. സുഖമായിട്ട് CPM മുകേഷിനെ സംരക്ഷിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ ഇനിയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി, ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറികളിൽ മാത്രമേ ഈ പറയുന്ന നടിമാരെ താമസിക്കാൻ അനുവദിക്കത്തുള്ളൂ. തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരിക്കണം. ഇദ്ദേഹം മദ്യപിച്ച് രാത്രിയിൽ പോയി ഈ കഥകിന് കൂട്ടുന്ന വിദഗ്ധന്മാർ കുറെ ഉണ്ടല്ലോ, രാത്രിയിൽ പോയി കഥകിന് കൂട്ടുന്ന ഒരെണ്ണം ഇതായിരിക്കും. ഇത് പിന്നെ കാണിക്കും. ഇത് അതിന്റെ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം അതാണ് അദ്ദേഹത്തിന്റെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിപ്പം നമ്മൾ ഒരാളോ രണ്ടുപേരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ പറ്റി പറഞ്ഞാൽ നമുക്ക് അത് അദ്ദേഹത്തിനോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ കൊണ്ടായിരിക്കാം എന്ന് പറയും. ഇത് വ്യാപകമായി പറയുകയാണ്. സിനിമയിലുള്ളവരെ മാത്രമല്ല, പരാതികൾ വരികയാണ്. ഇത് കുറച്ചു കാലം മുമ്പേ ഉണ്ടെന്ന്. ഇത് പാർട്ടി പ്രവർത്തകന്മാർക്ക് പരാതിയുണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ. പാർട്ടി പ്രവർത്തകന്മാർ കൊല്ലത്ത് എന്തെങ്കിലും ആവശ്യമായിട്ട് വരെ വിളിക്കുകയാണെങ്കിൽ പിന്നെ പകൽ വിളിക്കുന്നവർക്ക് രാത്രി ഇങ്ങനെ വിളി വരും. അതൊക്കെയാണ് അയാളുടെ ഇങ്ങേരുടെ പരിപാടി എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും മുകേഷ് രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുന്നു. രഞ്ജിത്ത് രാജിവെച്ചു. മുകേഷ് എത്രയും വേഗം രാജിവെക്കണം. അദ്ദേഹത്തിന് ആ ധാർമ്മികതയില്ല. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അന്വേഷണം നേരിടണം. ഇതിലൊക്കെ ബലാത്സംഗ കുറ്റം ചുമത്താവുന്ന കേസുകളൊക്കെ അവർ വന്ന് പറഞ്ഞു. അതെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ല, ഒരു ജെട്ടിയിട്ട് എല്ലാവരും പിടിച്ചിറക്കി കൊണ്ടുവരുന്നത്. അതും ഉരിച്ചിട്ട് പുറത്തിറക്കി കൊണ്ട് നടത്തിക്കൊണ്ടുവരേണ്ട പരിപാടി റോൾ കൂടെ നടത്തിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് കേട്ടോണ്ടിരിക്കുന്നത്. ഈ സിനിമയിലെ തന്നെ പറയുന്ന സ്ത്രീകളൊക്കെ പറയുന്നത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സെക്ഷുവൽ അബ്യൂസർ ഇയാളാണെന്നാണ്. നാണക്കേട്.